ജീസസ് ദ ഡിവൈൻ ഹീലർ എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം ടെലിവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രശസ്തനായ ജോൺ ബാപ്റ്റിസ്റ്റ് എന്ന തത്വജ്ഞൻ ഇപ്രകാരം പറഞ്ഞു: ദ ഹാർട്ട് ഈസ് ടു നോബിൾ ആൻ ഓർഗൻ ടു ബി അറ്റാക്ഡ് ബൈ എ പ്രൈമറി ട്യൂമർ. എന്ന് വച്ചാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കുലീനത്വമുള്ള ഒരവയവമാണ് ഹൃദയം. അതുകൊണ്ട് ക്യാൻസറിന് ഹൃദയത്തെ സ്പർശിക്കാൻ ഭയമാണ്. അത് ശരിയുമാണ്. നാം മറ്റ് ശരീരാവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ, ട്യൂമറുകളുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ട്യൂമറുകൾ ഉണ്ടാകുന്നത് ഹൃദയത്തിലാണെന്നുള്ളത് ശരി തന്നെയാണ്. ഏതാണ്ട് 0.03% കുറവാണ് ഹൃദയത്തിൽ പ്രൈമറി ട്യൂമേഴ്സ് ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ ഹൃദയപേശികളിൽ തന്നെ ആദ്യം ആവിർഭവിക്കുന്ന ട്യൂമറുകൾ ഉണ്ടാകുന്നത് ഏറ്റവും കുറവാണ്. മറ്റ് ശരീരാവയവങ്ങളിൽ നിന്നൊക്കെ രക്തത്തിലൂടെയും ഒക്കെ വരുന്ന ട്യൂമറിൻ്റെ കഷ്ണങ്ങൾ ഹൃദയത്തെ ബാധിക്കാറുണ്ടെങ്കിലും ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്രൈമറി, ഹൃദയത്തിൽ പേശികളിൽ നിന്ന് തന്നെ ആവിർഭവിക്കുന്ന ട്യൂമറുകൾ, നല്ലതായാലും ബെനൈൻ ട്യൂമേഴ്സ്, ചീത്തയായാലും അപകടകാരിയാണെങ്കിലും മാലിഗ്നൻ്റ് ട്യൂമേഴ്സ് എല്ലാം വളരെ വിരളമാണെന്ന് ഓർക്കണം. അത്രമാത്രം ഹൃദയത്തെ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും ഒരു അവശ്യ ഘടകമായിട്ട് പരിരക്ഷിക്കുവാനുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുകയാണെന്ന് ഓർക്കണം. ഹൃദയത്തിലേക്കുന്ന ഉണ്ടാകുന്ന ട്യൂമറുകളിൽ ഏറ്റവും കുറവായിട്ടുള്ളത് അപകടകാരിയായിട്ടുള്ള ട്യൂമറുകളാണ്. അതായത് ക്യാൻസറുകൾ എന്നു അപകടകാരിയായിട്ടുള്ളത് മാലിഗ്നൻ്റ് ട്യൂമേഴ്സ് അഥവാ ക്യാൻസർ. അപകടകാരി അല്ലാത്ത ബെനൈൻ ട്യൂമേഴ്സ്, നല്ലത്, അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആ ട്യൂമർ അവിടെ വളർന്നു നിൽക്കുന്നത് കൊണ്ടുള്ള ആ കംപ്രഷൻ മുഖാന്തരമുള്ള ആ പ്രശ്നങ്ങളൊക്കെ മാത്രം. ക്യാൻസർ ആണെങ്കിൽ അതല്ല, അത് മറ്റ് സമീപ അവയവങ്ങളെയും ആക്രമിച്ച് കീഴടത്തി മരണത്തിലേക്ക് നമ്മളെ പെട്ടെന്ന് തന്നെ തള്ളി നീക്കുമെന്നതാണ്. അപ്പോൾ ഏതാണ്ട് 75% നല്ല തരത്തിലുള്ള ട്യൂമർ, എന്ന് വെച്ചാൽ ബെനൈൻ ട്യൂമേഴ്സ് എന്ന് പറയും. തീർച്ചയായിട്ടും ട്യൂമർ നല്ലതല്ല, പക്ഷേ ട്യൂമറുകളിൽ തന്നെ അപകടകാരി അല്ലാത്തതാണ് ബെനൈൻ ട്യൂമേഴ്സ്. അത് 75% ഉണ്ടാകുന്ന ട്യൂമറുകളിൽ. പക്ഷേ ഹൃദയത്തിലുണ്ടാകുന്ന ട്യൂമറുകളിൽ ഏതാണ്ട് 25% അപകടകാരിയായ മാലിഗ്നൻ്റ് ട്യൂമേഴ്സ്. അതായത് റാബ്ഡോമയോസാർക്കോമ, ലയോമയോസാർക്കോമ, ലിംഫോമ എന്നൊക്കെ പറയുന്ന അപകടകാരികളായ ക്യാൻസറുകൾ വളരെ വിരളമായി ഹൃദയത്തിൽ പ്രൈമറി ട്യൂമറായിട്ടുണ്ടാകാറുള്ളൂ എന്നോർക്കണം. ഇനി നല്ല തരത്തിലുള്ള, അതായത് ബെനൈൻ ട്യൂമേഴ്സ്, അപകടകാരിയല്ലാത്ത, ഹൃദയത്തിലെ മറ്റു തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത അപകടകാരികളല്ലാത്ത ബെനൈൻ ട്യൂമേഴ്സിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് മിക്സോമ എന്ന് പറയുന്ന ട്യൂമറാണ്. ഇത് 1952 ഗോൾഡ്ബെർഗ് കണ്ടുപിടിച്ചതാണ് വാസ്തവത്തിൽ. അതായത് ആദ്യമായിട്ട് ഹൃദയത്തിലുണ്ടാകുന്ന ഒരു പ്രൈമറി ട്യൂമർ ഗോൾഡ്ബെർഗ് കണ്ടുപിടിച്ചപ്പോൾ അത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇടത്തെ മേലറയിലെ മിക്സോമ എന്ന് പറയുന്ന ഒരു ബെനൈൻ ട്യൂമറാണ്. ട്യൂമറുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ബെനൈൻ ട്യൂമേഴ്സിൽ ഹൃദയത്തിലുണ്ടാകുന്നത് മിക്സോമ ആണ്. അത് കഴിഞ്ഞാൽ റാബ്ഡോമയോമ, അത് കഴിഞ്ഞാൽ ലൈപ്പോമ, ഫൈബ്രോമ, ഇങ്ങനെ പല അപൂർവ തരത്തിലുള്ള ട്യൂമറുകളുണ്ട്. ഇതെല്ലാം ഏതാണ്ട് ഒരു പന്തിൻ്റെ ആകൃതിയിൽ ഹൃദയത്തിൽ കാണാം. മിക്സോമകൾ 65% സ്ത്രീകളിലാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അതായത് ഒരു പന്തിൻ്റെ രൂപത്തിൽ 4x4 അല്ലെങ്കിൽ 4x8 സെൻറ്റിമീറ്ററൊക്കെ വലിപ്പമുള്ള ഒരു പെഡങ്കിൾ കൊണ്ട്, ഒരു നാളി പോലെയുള്ള, നൂല് പോലെയുള്ള ഒരു നാളി കൊണ്ട് ഹൃദയത്തിൻ്റെ ഭിത്തിയുമായിട്ട് ഘടിപ്പിച്ച് കിടന്ന് അത് വളരെ ഫ്രീ ആയിട്ട് ഹൃദയ അറയിൽ, ഏത് അറയിലാണോ അവിടെ ഇങ്ങനെ ഏതാണ്ട് തുള്ളിച്ചാടി കിടക്കുന്ന ഒരു പ്രകൃതമാണ് നാം എക്കോകാർഡിയോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ കാണുന്നത്. അത് ഹൃദയം വികസിക്കുമ്പോൾ ഡയസ്റ്റോളിൽ ഈ ട്യൂമർ, ഈ മിക്സോമ ഇപ്പോൾ ഇടത്തെ മേലറയിലാണെങ്കിൽ ആ മേലറയിൽ നിന്നും ഇടത്തെ കീഴറയിലെ മൈട്രൽ വാൽവിലേക്ക് ഇങ്ങനെ തള്ളി വരും. അപ്പോൾ ആ മൈട്രൽ വാൽവിൻ്റെ സുഷിരം, ആ വായ അടയ്ക്കുന്നത് കൊണ്ട് അതിൻ്റേതായ
പ്രശ്നങ്ങളും ഉണ്ടാകും. പലപ്പോഴും ആ വാൽവ് ചുരുങ്ങിയതാണ് എന്ന പ്രതീതി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ രോഗിക്കുണ്ടാകുമെന്നർത്ഥം. സാധാരണയായി മറ്റേതെങ്കിലും വാതപ്പനി മുഖാന്തരമൊക്കെ ഉണ്ടായിട്ടുള്ള മൈറ്റൽ വാൽവ് ഡിസീസ്, മൈറ്റൽ സ്റ്റെനോസിസ് ഒക്കെ, മൈറ്റൽ സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ ഇടത്തെ കീഴറയ്ക്കും മേലറയ്ക്കും ഇടയിലുള്ള ആ വാൽവ്, 2 ദളങ്ങളുള്ള ആ വാൽവ് വാതപ്പനിയുമൊക്കെ മൂലം ചുരുങ്ങുമ്പോൾ അതിൻ്റെ അരികുകളൊക്കെ ഒട്ടിപ്പിടിച്ച് സുഷിരം ചെറുതായി അതിൻ്റെ തുറക്കുന്ന വശം കുറയുന്ന അവസ്ഥയിലാണ് മൈറ്റൽ സ്റ്റെനോസിസ്, അപൂർണമായിട്ട് തുറക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ ഒരു ട്യൂമർ ആ വാൽവിൻ്റെ ഭാഗത്ത് നിന്ന് രക്തസഞ്ചാരം അപര്യാപ്തമാകുമ്പോൾ, കുറയുമ്പോൾ മൈറ്റൽ സ്റ്റെനോസിസ് പോലുള്ള രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, ഈ രക്തം പിൻദശകളിലേക്ക് തിരിഞ്ഞൊഴുകി ശ്വാസകോശത്തിലൊക്കെ വന്ന് തളം കെട്ടി നിന്ന് രോഗിക്ക് അസാമാന്യമായ ശ്വാസം മുട്ടലുമൊക്കെ വരുന്നതുകൊണ്ട് പലപ്പോഴും തെറ്റായി ഇത് വാതപ്പനി മുഖാന്തരമുള്ള മൈറ്റൽ സ്റ്റെനോസിസ് ആണെന്നൊക്കെ രോഗനിർണയം ചെയ്ത് ചികിത്സകൾ സംവിധാനം ചെയ്യാറുണ്ട് എന്നോർക്കണം. പണ്ടൊക്കെ എക്കോ കാർഡിയോഗ്രാഫി എന്ന ആ ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പരിശോധനാ സംവിധാനം ആവിർഭവിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പല തെറ്റായ രോഗനിർണയത്തിലും ആളുകൾ എത്തിച്ചേർന്നിരുന്നു എന്നോർക്കണം. അങ്ങനെ ഇത് മൈറ്റൽ സ്റ്റെനോസിസ് ആണെന്നൊക്കെ ഓർത്തുള്ള ചികിത്സകൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഈ ഒരു ബെനൈൻ ട്യൂമർ മിക്സോമ ഹൃദയത്തിൽ നാം കാണുകയാണെങ്കിൽ ഇന്ന് വളരെ നിസ്സാരമായ ഒരു ഹൃദയ ശസ്ത്രക്രിയയിലൂടെ ഇതിനെ ഛേദിച്ച് കളഞ്ഞ് പരിപൂർണമായിട്ടുള്ള സുഖപ്രാപ്തി ലഭിക്കാമെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും നാം അത് കൃത്യമായി രോഗനിർണയം ചെയ്യണം എന്ന് മാത്രം. കൃത്യമായി ആ രോഗലക്ഷണങ്ങളോടുകൂടി ഒരു രോഗി വൈദ്യനെ സമീപിക്കുമ്പോൾ അത് ഏത് തരത്തിലാണെന്ന് പരിശോധിച്ചറിഞ്ഞ് കൃത്യമായ പരിശോധനകൾ നടത്തി അതൊരു മിക്സോമ ആണ് എന്നറിയുകയാണെങ്കിൽ അത് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി നിസ്സാരമായ ഒരു ശസ്ത്രക്രിയയിലൂടെ ആ ഒരു പെഡങ്കിൾ, ആ ഒരു നാളി മുറിച്ചെടുത്ത് ആ മിക്സോമ പുറത്തെടുത്ത് കളഞ്ഞ് വീണ്ടും ഹൃദയം തുന്നിക്കെട്ടി വീണ്ടും പഴയ സ്ഥിതിയിൽ പോയി ഹൃദയം സാധാരണമായി മിടിച്ചു തുടങ്ങും. അപ്പോൾ സാധാരണ അത് റിക്കർ ചെയ്യുന്നത് വീണ്ടും അതേ സ്ഥലത്ത് മിക്സോമ ഉണ്ടാകുന്നത് വളരെ വിരളമായിട്ടാണ്. ഹൃദയ അറകളിൽ ഏറ്റവും കൂടുതൽ ഈ മിക്സോമ ഉണ്ടാകുന്നത് ഇടത്തെ മേലറയിലാണ്, ലെഫ്റ്റ് ഏട്രിയത്തിലാണ്. ഏതാണ്ട് ഒരു 70% മിക്സോമ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ വലത്തെ മേലറയിൽ, റൈറ്റ് ഏട്രിയം, അത് കഴിഞ്ഞാണ് വളരെ അപൂർവമായിട്ടാണ് കീഴറകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മിക്സോമ ഉണ്ടാകുന്നത് ഇടത്തെ മേലറയിലാണ്, ലെഫ്റ്റ് ഏട്രിയത്തിൽ. അപ്പോൾ അതൊരു പന്ത് പോലെ പല വലിപ്പത്തിൽ, ഏതാണ്ട് 2x2 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 4x4, അല്ലെങ്കിൽ 4x8, അങ്ങനെ വളരെ പന്ത് പോലെയുള്ള ഈ ഒരു മിക്സോമ വളർന്ന് ഒരുപക്ഷെ ചില അവസരങ്ങളിൽ ലെഫ്റ്റ് ഏട്രിയം, ഇടത്തെ മേലറ നിറയുന്നത് വരെയുള്ള അത്രമാത്രം വലിപ്പത്തിലുള്ള മിക്സോമകൾ വരെ ഉണ്ടാകാറുണ്ട്. ആ അവസരങ്ങളിലെല്ലാം രക്തസഞ്ചാരം പ്രശ്നങ്ങൾ ഉണ്ടായി, രക്തസഞ്ചാരം സുഗമമല്ലാതെ രോഗിക്ക് വളരെ വിഷമകരമായ പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത് രോഗനിർണയം ചെയ്ത് എക്കോ കാർഡിയോഗ്രാഫി എന്ന പരിശോധന ചെയ്താൽ കൃത്യമായിട്ട് ഇത് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ വലിപ്പം തന്നെ നമുക്ക് അളക്കുവാൻ സാധിക്കും. ഇതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. ഇത് വിലയിരുത്തി പരിശോധിച്ച് രോഗനിർണയം ചെയ്ത് ശസ്ത്രക്രിയ ചെയ്ത് രോഗിക്ക് പൂർണ്ണ സുഖം നൽകുവാൻ നമുക്ക് സാധിക്കും. ശോഭ എന്ന പെൺകുട്ടിയെ അവിടുത്തെ ഒരു ലോക്കൽ MBBS ഡോക്ടർ റെഫർ ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് ലൂർദ് ആശുപത്രിയിൽ ശോഭയുടെ അച്ഛൻ കൊണ്ടുവരുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വളരെ അസഹ്യമായ നിരാലംബമാക്കുന്ന നെഞ്ചിടിപ്പാണ് എപ്പോഴും. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ. ഡോക്ടർ പരിശോധിച്ചപ്പോൾ നെഞ്ചിനുള്ളിൽ ശബ്ദങ്ങൾ കേട്ടു, ഹാർട്ട് മർമേഴ്സ് കേട്ടു. അത് തീർച്ചയായിട്ടും ഹൃദ്രോഗമാണ്, വാതപ്പനി ഉണ്ടായി, ഹൃദ്രോഗമാണ് എന്നൊക്കെ എഴുതി ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വിട്ടു. ഞാൻ ശോഭയെ പരിശോധിച്ചു, ശോഭയോട് വിവരങ്ങൾ ചോദിച്ചു. വളരെ കുറച്ച് നാളുകളായി കലശലായ നെഞ്ചിടിപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ആ നെഞ്ചിടിപ്പ് കൂടുമ്പോൾ പലപ്പോഴും തലകറക്കമുണ്ടാകുന്നു, പലപ്പോഴും ശ്വാസം മുട്ടലുണ്ടാകുന്നു. എന്തെങ്കിലും പെട്ടെന്ന് വേഗത്തിൽ ചെയ്യുകയോ ഗോണികൾ കയറുകയോ ബസ് കിട്ടാനായി ഓടിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ കലശലായിട്ടുള്ള ശ്വാസമുട്ടലുമുണ്ടാകുന്നു. അത് അസഹ്യമായി വന്നപ്പോൾ ആണ് ഡോക്ടറുടെ അടുത്ത് പോയത്. ഞാൻ ശോഭയെ പരിശോധിച്ചു.
ശോഭയ്ക്ക് ഒരു മർമ്മറുണ്ട്. ഹൃദയത്തിൻ്റെ അറകളിലൂടെയുള്ള രക്തസഞ്ചാരത്തിനുണ്ടാകുന്ന പാളിച്ചകൾ മൂലമുണ്ടാകുന്ന ശബ്ദത്തെയാണ് ഞങ്ങൾ മർമ്മർ എന്ന് വൈദ്യഭാഷയിൽ പറയുന്നത്. അതായത് കൃത്യമല്ലാത്ത ലാമിനർ അല്ലാത്ത ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ വരുമ്പോഴാണ് മർമ്മർ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ശബ്ദമുണ്ട്. തീർച്ചയായിട്ടും ശോഭയ്ക്ക് ഹൃദയത്തിൽ വാൽവുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ശോഭയെ അഡ്മിറ്റ് ചെയ്തു, പരിശോധിച്ചു, ECG എടുത്ത് ECG ചില പരിവർത്തനങ്ങൾ കണ്ടു, ചെസ്റ്റ് എക്സ്റേ എടുത്തു. അതിനുശേഷം എക്കോ കാർഡിയോഗ്രാഫി എടുത്തപ്പോൾ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ തോന്നിയില്ല. അത്ര വിസ്മയകരമായ, ഞങ്ങൾ ഹൃദ്രോഗ വിദഗ്ധരൊക്കെ വളരെ അപൂർവമായി കാണുന്ന ഒരു ചിത്രമാണ് ഹൃദയത്തിനുള്ളിലെ ഒരു ട്യൂമർ. വളരെ അപൂർവമായിട്ട് ഞങ്ങളുടെ ഔദ്യോഗിക വൈദ്യ ചികിത്സാ ജീവിതത്തിലൊക്കെ കാണുന്നതാണ്. വളരെ അപൂർവമായി അത് ഒരു ലെഫ്റ്റ് ശോഭയുടെ ഇടത്തെ മേലറയ്ക്കുള്ളിൽ ഒരു വലിയ മിക്സോമ, അതായത് അതിൻ്റെ ഒരു നൂല് പോലുള്ള നാളി, അതിൻ്റെ വേര്, ആ സെപ്റ്റം, രണ്ട് ഹൃദയത്തിൻ്റെ മേലറകൾക്കിടയിലെ ആ ഭിത്തിയെ സെപ്റ്റം എന്ന് വിളിക്കുന്ന ഇൻ്റർ ഏട്രിയൽ സെപ്റ്റം, ആ സെപ്റ്റത്തോട് ഘടിപ്പിച്ച് തൂങ്ങി വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്യൂമർ. ആ ട്യൂമർ ഹൃദയം വികസിക്കുമ്പോൾ അതിൻ്റെ നാളി അത് നീണ്ട് അത് മൈട്രൽ വാൽവിൽ വരുന്നു. ആ ഇടത്തെ മേലറയ്ക്കും കീഴറയ്ക്കും ഇടയ്ക്കുള്ള വാൽവിൽ വന്നിട്ട് അതിനെ അപൂർണമായിട്ട് അടയ്ക്കുന്നു. അപ്പോൾ അതോടനുബന്ധിച്ചുള്ള ഓരോ തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് ശോഭയ്ക്ക്. തീർച്ചയായിട്ടും ഞാൻ ഈ വിവരം അപ്പനോട് പറഞ്ഞു ഞാൻ ഭയപ്പെടേണ്ട, ഇത് തീർച്ചയായിട്ടും സമുചിതമായ ചികിത്സ ചെയ്ത് നമുക്ക് പരിപൂർണമായി ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു രോഗമാണ്. ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊരു ക്യാൻസർ അല്ല, ഇതൊരു നല്ല രീതിയിലുള്ള ഒരു ബെനൈൻ ട്യൂമറാണ്, അപകടകാരിയായ ക്യാൻസർ അല്ല. ഇത് വളരെ നല്ല രീതിയിൽ ഇത് ഛേദിച്ച് കളഞ്ഞാൽ ശോഭയ്ക്ക് സാധാരണമായിട്ടുള്ളൊരു ജീവിതം നയിക്കാം. എൻ്റെ വാക്കുകൾ കേട്ട് അപ്പൻ അതോട് യോജിച്ച് ഞാൻ പറയുന്ന ചികിത്സകൾ ചെയ്യുവാൻ തയ്യാറായി. അന്ന് ലൂർദ് ആശുപത്രിയിൽ ഹൃദ്രോഗ ശസ്ത്രക്രിയാ വിഭാഗം തുടങ്ങിയിട്ടില്ല. ഞാൻ ശോഭയെ ചെന്നൈയിലെ എൻ്റെ സുഹൃത്തിൻ്റെ ആശുപത്രിയിലേക്ക് വിട്ടു. അവിടെ ചെന്നു, വളരെ വിജയപ്രദമായിട്ട് ശസ്ത്രക്രിയ നടന്നു. ശോഭയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ മിക്സോമ ട്യൂമർ അവരെടുത്തു മാറ്റി അത് വീണ്ടും തുന്നിക്കെട്ടി. ശോഭ വളരെ സാധാരണ രീതിയിൽ വീണ്ടും ജീവിതം തുടങ്ങി. ക്ലാസ്സിൽ പഠിച്ചു മിടുക്കിയായി. പരീക്ഷയൊക്കെ പാസ്സായി +2 പഠിക്കുമ്പോഴാണ്, ഇടയ്ക്കൊക്കെ ശോഭ എന്നെ കാണാൻ വരാറുണ്ട്, +2 പഠിക്കുമ്പോഴാണ് ശോഭയ്ക്ക് വിവാഹാലോചനകൾ വന്നത്. അത് വന്നപ്പോൾ തീർച്ചയായിട്ടും പ്രയാസങ്ങൾ മാതാപിതാക്കളുടെ ഉള്ളിൽ വന്നു. മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്നു, ഡോക്ടറെ, ശോഭയ്ക്ക് ഇങ്ങനെ ഒരു ഹൃദ്രോഗ ശസ്ത്രക്രിയ നടന്നതാണ്, വിവാഹമോ ഗർഭധാരണമോ ഒക്കെ ശോഭയ്ക്ക് സാധ്യമാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ശോഭയുടെ ഹൃദയം സാധാരണ നിലയിലായിക്കഴിഞ്ഞിട്ട് വളരെ അപൂർവമായ ഒരു റെക്കറൻസ് എന്ന് പറയുന്നത്, അതായത് വീണ്ടും ഈ ട്യൂമറിൻ്റെ ആ ഒരു വേരിൽ നിന്ന് എന്തെങ്കിലും പിന്നീടൊക്കെ വളർന്നു വരുന്നതോ വളരെ അപൂർവമായിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഒരു സാധാരണ ജീവിതം നയിക്കുവാൻ ശോഭ ഇപ്പോൾ പ്രാപ്തയാണ്. അതുകൊണ്ട് ഒരു പ്രായത്തിനും പ്രയാസമില്ല. ഞാൻ ആ ചെറുക്കൻ്റെ മാതാപിതാക്കളെയും വിളിച്ച് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം സുതാര്യമായിട്ട് അവരോട് പറയണം. ഇങ്ങനെ ഒരു കാര്യമുണ്ടായി, അത് ശസ്ത്രക്രിയ ചെയ്ത് അത് പരിച്ഛേദം അതിനെ ആ ഒരു ട്യൂമർ മാറ്റി ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ ഒരു സാധാരണ സ്ത്രീയായിട്ട് ശോഭയ്ക്ക് ജീവിതം നയിക്കുവാൻ സാധിക്കും. ഗർഭധാരണവും പ്രസവവുമെല്ലാം ഒരു കുഴപ്പവുമില്ലാതെ നടക്കാം. ഇതെല്ലാം ഞാൻ പറഞ്ഞ് വിശദീകരിച്ച് വിവാഹം നടന്നു. ഭർത്താവ് ശോഭയെയും കൊണ്ട് ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ ചെന്ന് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. ശോഭ ഇതുവരെ ഗർഭം ധരിച്ചിട്ടില്ല, ഗർഭിണിയായിട്ടില്ല. ഈ ഒരു പ്രയാസം ശോഭയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ വളരെയധികം ആശങ്കാകുലരാക്കി. ശോഭയുടെ അപ്പനും അമ്മയും ഒക്കെ ഇത് സംബന്ധിച്ച് ഓർത്ത് വളരെയധികം പ്രയാസപ്പെടുകയും ചെയ്തു. എന്തെങ്കിലും തരത്തിലുള്ള മറ്റു പ്രയാസങ്ങൾ കാണും. അങ്ങനെ ശോഭയെ പല പരിശോധനകൾക്കുമൊക്കെ വിധേയമാക്കിയെങ്കിലും അതൊക്കെ നോർമലാണ്. അവസാനം ശോഭയുടെ മാതാപിതാക്കൾ കുപിതരായി, ശോഭയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ കുപിതരായിട്ട് അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് ഹൃദയ ശസ്ത്രക്രിയയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളതായതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ശോഭയും ഭർത്താവും ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തീർച്ചയായിട്ടും ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഡോക്ടറും
ശോഭയുടെ കുടുംബക്കാരുടെ കൂടെ കൂടി ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇങ്ങനത്തെ സംഭാഷണങ്ങളൊക്കെ നടന്ന് അവരെന്നോടും വന്ന് വളരെയധികം ദേഷ്യപ്പെടുകയൊക്കെ ഉണ്ടായി. ഞാനെല്ലാം സമചിത്തതയോടെ കേട്ട ശേഷം പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യമേ ഇല്ല. തീർച്ചയായിട്ടും ഇതുപോലൊരു ശസ്ത്രക്രിയ കൊണ്ട് ഗർഭധാരണത്തിലോ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടായതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനൊരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ്. തെറ്റായ രീതിയിൽ എന്തോ ഒക്കെ ചിന്തിക്കുന്നത്. എനിക്ക് എന്തോ ഒക്കെ ദുരൂഹതകൾ അപ്പോഴും തുടങ്ങി. ഇവിടെ എന്തോ ദുരൂഹതകളുണ്ട്. എപ്പോഴും ശോഭയുടെ ഭർത്താവ് ഒരു മ്ലാനവദനായിട്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ്. ഞാൻ അത് ശ്രദ്ധിക്കുകയുണ്ടായി. ആ ചെറുപ്പക്കാരനൊന്നും തന്നെ അധികം ഒന്നും സംസാരമൊന്നുമില്ല. ശോഭയെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന കുട്ടിയാണ്. ഞാൻ ശോഭയുടെ അപ്പനോട് പറഞ്ഞു, എനിക്ക് ശോഭയുമായിട്ട് വളരെ തനിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുവാണ്ട്. ഒരു ദിവസം ശോഭയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ശോഭയെ കൊണ്ടുവന്ന് ഞാൻ ശോഭയുടെ അപ്പനും അവരുടെ മാതാപിതാക്കളും ആരും ഇല്ലാതെ ശോഭയെ ആ മുറിയിൽ ഞാൻ അടച്ച് ഞാൻ വളരെ വിശദമായിട്ട് ശോഭ എന്നോട് പറയണമല്ല, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെപ്പറ്റി, നിങ്ങളുടെ മറ്റ് കാര്യങ്ങളെപ്പറ്റി എല്ലാത്തെപ്പറ്റിയും വിശദമായിട്ട് എന്നോട് നിങ്ങൾ സംസാരിക്കണം. എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു ഹൃദയ ശസ്ത്രക്രിയ കൊണ്ട് ഗർഭധാരണം നടക്കില്ല എന്ന് പറയുന്നത് ശുദ്ധമായ ഒരു അബദ്ധമാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ശോഭയെ മറ്റ് പരിശോധനകൾക്ക് വിധേയമാക്കി ഒരു ഗർഭധാരണം നടക്കുന്നതിനുള്ള കുഴപ്പമില്ലെന്ന് മറ്റ് ഗൈനക്കോളജിസ്റ്റുകളും ഒക്കെ കണ്ടുപിടിച്ചു. ഈ സ്ഥിതിക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോഴാണ് ശോഭ എൻ്റെ മുഖത്ത് നോക്കി നിർമ്മമതയോടെ ശോഭ എന്നോട് വളരെ ഒരു നിർവികാരമായ വളരെ ഒരു നിസ്സംഗയായി എന്നോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് ഡോക്ടറെ. ഞങ്ങൾ വിവാഹം ചെയ്തിട്ട് 5 വർഷമായെങ്കിലും ഇതുവരെ എൻ്റെ ഭർത്താവ് ഞാനുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതാണ് കാരണം. അങ്ങേർക്ക് എന്തെങ്കിലും ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും അതിന് മുതിരുകയാണെങ്കിൽ ഉടനെ പെട്ടെന്നൊരു ബ്ലോക്ക് ഉണ്ടാകുകയാണ്, തിരിച്ചു പോവുകയാണ്. എന്തൊക്കെ മനസ്സിൽ കിടന്ന് പതറുന്ന ഒരു സ്വഭാവമാണ് അങ്ങേർക്ക്. അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കാരണം, മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇത്രയും വർഷം ഇതേപ്പറ്റി ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ ഇത് ഭർത്താവിനെ രക്ഷിക്കുവാൻ വേണ്ടി എൻ്റെ ഭാഗത്താണ് കുറ്റമെന്ന് എല്ലാവരും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവിൻ്റെ മാതാപിതാക്കളുമൊക്കെ പറഞ്ഞപ്പോഴും ആ ഒരു വൈഷമ്യം ഞാൻ സഹിച്ച് ഭർത്താവിന് വേണ്ടി ഞാനത് സഹിച്ച് ആ ത്യാഗം ചെയ്തുകൊണ്ട് ഞാൻ ഭർത്താവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഞാനിത് ആരോടും മിണ്ടാതിരിക്കുമായിരുന്നു. ഡോക്ടറോടൊപ്പം ഞാനത് തുറന്നു പറയുകയാണ്. അപ്പോൾ അതാണ് കാരണം. ഞാൻ ഉടനെ തന്നെ ശോഭയുടെ ഭർത്താവിനെ ആ പയ്യനെ വിളിച്ചു വരുത്തി ഞാനൊരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ സഹായത്തോടെ ഞാൻ ആ ശോഭയുടെ ഭർത്താവിനെ ഇൻ്റർവ്യൂ ചെയ്തു. ഞങ്ങൾ സംസാരിച്ചു കാര്യം. അത് അവസാനം ഞങ്ങൾ എത്തിയ ഡയഗ്നോസിസ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന ഡയഗ്നോസിസാണ്. അതായത് ശോഭയുടെ ഭർത്താവിൻ്റെ അമ്മ നേരത്തെ മരിച്ചു. വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരേ ഒരു മകനെ വളർത്തി. ആ മകനും അമ്മയുമായിട്ടുള്ള വളരെ അഗാധമായ ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയുടെ അകാല മരണത്തിൽ ഈ മകൻ്റെ മനസ്സിൽ പല മുറിവുകളും ഉണ്ടായി. അവസാനം എല്ലാ സ്ത്രീകളെയും ഒരമ്മയായി ആ സ്ത്രീകളിൽ നിന്ന് ഒരമ്മയെ ആണ് ആ ചെറുക്കൻ ആ ഒരു ചെറുപ്പക്കാരൻ കണ്ടത്. ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണുമ്പോൾ തൻ്റെ അമ്മയുടെ മുഖം തെളിഞ്ഞു വരുന്ന പോലെ കണ്ടു. എപ്പോഴും ശാരീരികമായി ബന്ധപ്പെടാൻ തൻ്റെ ഭാര്യയുമായിട്ട് ഒരുങ്ങി ആ ചെറുപ്പക്കാരൻ ചെല്ലുമ്പോൾ സ്വന്തം അമ്മയുടെ മുഖം ആ ഭാര്യയുടെ മുഖത്ത് പ്രസരിച്ച് നിൽക്കുന്നതായിട്ട് തോന്നും. ഉടനെ ആ മകൻ പിൻവാങ്ങുകയാണ്. മനഃശാസ്ത്ര ഭാഷയിൽ ഇതിനെ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് ആ മനഃശാസ്ത്ര വിദഗ്ധൻ ഇതിന് പേരിട്ടത്. അപ്പോൾ അതാണ് കാരണം. ഞാനിത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ഞാൻ പറഞ്ഞു, ഈ വിവരം തീർച്ചയായിട്ടും എനിക്ക് മാതാപിതാക്കളുമായിട്ട് സംസാരിക്കണം. ഈ ആശങ്കകളും ദുരൂഹതകളുമെല്ലാം മാറ്റി തീർച്ചയായിട്ടും ഇത് കൗൺസിലിങ്ങിലൂടെ ചികിത്സയിലൂടെ ഇത് സുഖപ്രാപ്തി ലഭിക്കുന്ന ഒരു രോഗമാണ്, ഒരു മനോരോഗമാണിത്. പക്ഷേ തീർച്ചയായിട്ടും അതിൽ യാതൊരു ആശങ്കയും പ്രയാസവും അപകർഷതാബോധത്തിനൊന്നും ഇവിടെ ഒരു ഇടമില്ല. നാം ഇതിനെ അഭിമുഖീകരിച്ച് ചികിത്സിച്ച് ഭേദമാക്കണം. ഈ ശോഭയുടെ ഭർത്താവിനെ വളരെ ദിവസങ്ങളെടുത്ത് ആഴ്ചകളെടുത്ത് മനഃശാസ്ത്ര വിദഗ്ധനും ഒക്കെ കൂടി കൗൺസിൽ ചെയ്ത് പറഞ്ഞ് ചികിത്സിച്ച് ആ ഒരു ചിന്ത ആ മനസ്സിൽ നിന്നൊക്കെ മാറ്റിയെടുത്ത് കുടുംബജീവിതത്തിന് പ്രാപ്തമാക്കുവാൻ സാധിച്ചു. അതായത് സ്വന്തം കുറ്റം അല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശോഭ ഈ അപകീർത്തിക്കൊക്കെ ഇരയായിട്ട് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുമൊക്കെ സഹിച്ചുകൊണ്ട് ശോഭ ജീവിച്ചു ഭർത്താവിനെ രക്ഷിക്കുവാൻ വേണ്ടി. മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യം അറിയാതെ പഴിചാരുവാനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കുമൊക്കെ ആ ഒരു പെൺകുട്ടിയെ
യാഥാർത്ഥ്യമറിയാതെ പഴിയാരിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്തു. ഇതൊക്കെ സഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നപ്പോൾ, അത് ചികിത്സയ്ക്ക് വിധേയമായപ്പോൾ ആ കുടുംബം സ്വർഗതുല്യമായി മാറി. ഭർത്താവിൻ്റെ കഴിവുകേടിനെ പറ്റി ബോധവതിയായ ഭാര്യ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിശബ്ദയായി ആരോടും പരാതി പറയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറുവശത്ത് ഗർഭിണിയാകാത്ത ഭാര്യയെ യാഥാർത്ഥ്യം അറിയാതെ പഴിചാരുന്ന ഭർത്താവിൻ്റെ വീട്ടുകാർ. അവസാനം സത്യം പുറത്തു വന്നപ്പോൾ തെറ്റ് ഭർത്താവിൻ്റെ ഭാഗത്ത് തന്നെ. പഴിചാരലിൻ്റെ കഥ ആദ്യ മനുഷ്യനിൽ തുടങ്ങുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവകൽപ്പന ലംഘിച്ച് തെറ്റ് ചെയ്ത ആദം ദൈവത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തെറ്റ് സമ്മതിക്കാതെ കുറ്റം ഹവ്വായിൽ ആരോപിക്കുന്നു. ഹവ്വായാകട്ടെ പാമ്പിനെ പഴിചാരുന്നു. ആരും താൻ ചെയ്ത കുറ്റം സമ്മതിക്കുന്നില്ല. ഇവിടെ കുറ്റം തൻ്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും ഭർത്താവ് സ്വന്തം ഭാര്യയെ മറ്റുള്ളവർ പഴിചാരുന്നതിൽ ആനന്ദിക്കുന്നു. കുറ്റം ഏറ്റെടുക്കുവാൻ അയാൾ ഒരുമ്പെടുന്നില്ല. മറ്റുള്ളവരെ പഴിചാരുന്നവരും അത് കേട്ട് ആനന്ദിക്കുന്നവരും ഇന്ന് നമുക്ക് ചുറ്റും ഏറെയുണ്ട്. ഒരുതരം സാഡിസം. പ്രഭാഷകൻ 28:13 നാം വായിക്കുന്നുണ്ട്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ സമാധാനത്തിൽ കഴിയുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അവാസ്തവമായ കാര്യങ്ങളാണ് പരദൂഷണത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് നമുക്ക് ചുറ്റും വ്യാപരിക്കുന്നത്. ഒരാളെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങൾ കൃത്യമായി അറിയാതെയോ അയാളോടുള്ള വൈരം തോന്നുകയാലോ മറ്റോ ആയിരിക്കാം അപരൻ ദൂഷ്യൻ പറയുന്നത്. നാമും അതേപടി വിശ്വസിച്ച് ദോഷാരോപണത്തിന് ഒരുമ്പെടുന്നു. പഴിചാരലിന് വിധേയമാകുന്ന ആളുടെ മനോവേദനയെപ്പറ്റി ആരും അപ്പോൾ ചിന്തിക്കില്ല. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുതരം സാഡിസ്റ്റുകളായി പലരും മാറിക്കഴിഞ്ഞിരിക്കുന്നു. മത്തായി 7:1-3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്?